मेरी बाहों को तेरी सांसों की जो आदतें लगी है वैसे जी लेता हूँ अब मैं थोड़ा और। मेरे दिल की रीत पे आंखों की जो पड़े परछाई तेरी पी लेता हूँ अब मैं थोड़ा और। जाने कौन है तू मेरी मैं ना जानू ये मगर जहाँ जाऊँ मैं करूँ मैं वहाँ तेरा ही जिगर। मुझे तू राजी लगती है जीती हुई बाजी लगती है तबीयत ताजी लगती है ये तूने क्या किया। मैं दिल का राज कहता हूँ कि जब जब सांसें लेता हूँ तेरा ही नाम लेता हूँ ये तूने क्या किया. നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെയുള്ള തിരക്കിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയം മറിയപ്പള്ളിയിലാണ്. നമ്മുടെ ചാനലിലൂടെയൊക്കെ മുമ്പും നമ്മൾ പല പല വീഡിയോസ് വിട്ടിട്ടുണ്ട്. ഇതുപോലെ കഴിവുള്ള കുട്ടികളുടെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വെറും 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വിട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മറ്റൊരു ഒരു സകലകലാ വല്ലഭനാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ഋതു നമസ്കാരം. അപ്പോൾ ഈ ഋതു ആരാണ്? ഈ ഒരു സകലകലാ വല്ലഭനെ പറ്റിയിട്ട് താൻ തന്നെ പറഞ്ഞു കൊടുക്കൂ. എൻ്റെ പേര് ഋതു നന്ദൻ. ഞാൻ മറിയപ്പള്ളിയിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ അച്ഛനും അമ്മയാണുള്ളത്. അമ്മയുടെ പേര് സ്മിത. അമ്മയുടെ ക്രിസ്ത്യോദി കോളേജ് ചങ്ങനാശ്ശേരിയിൽ ഹിന്ദി പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അച്ഛൻ്റെ പേര് രാജേഷ്. അച്ഛൻ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. അങ്കമാലി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബി ആനിമേഷൻ VFXൻ്റെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ ഒരു ചിത്രം വരയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ആനിമേഷൻ കോഴ്സ് തിരഞ്ഞെടുത്തത്? അതെ അതെ ആണല്ലേ. അപ്പം എങ്ങനെയുണ്ട് കോഴ്സൊക്കെ? കോഴ്സൊന്നും കുഴപ്പമില്ല, എളുപ്പമാണ്. അപ്പം അവിടെയും ഈ ചിത്രം വരെയൊക്കെ ഉണ്ടോ? അവിടെ ഉണ്ട്. അപ്പം ഋതുവിനെ പറ്റി ഞാൻ കേട്ടിരിക്കുന്നത് സകലകലാ വല്ലഭനാണെന്നാണ്. പാട്ട്, ചിത്രം വര, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഭയങ്കര മിടുക്കനാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ്? ഇല്ല, ഇതെല്ലാം ഉണ്ട്. പാട്ടും പടം വരയെല്ലാം ഉണ്ട്. പടം വരയ്ക്കാൻ ഇപ്പോൾ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8ാം ക്ലാസ്സിന് മുന്നേ ഞാൻ വരയ്ക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ഈ കോവിഡ് സമയമൊക്കെ വന്നപ്പോഴാണ് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇതിനകത്തോട്ട് വരാൻ ഉള്ളൊരു ഇതൊക്കെ തോന്നിയതും. പിന്നെ അച്ഛനായിരുന്നു ഇതെല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നതിനെ. വരയ്ക്കുമ്പോൾ ഒത്തിരി തെറ്റുമായിരുന്നു. അപ്പോൾ പിന്നെ അതിനെല്ലാം വഴക്ക് പറഞ്ഞ് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു ലെവൽ വരെ വന്നു. അപ്പം എന്തായാലും ഋതു ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടല്ലേ? ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ വൈറലായ വീഡിയോസിന് എങ്ങനെയെങ്കിലും സെലിബ്രിറ്റീസിൻ്റെ കമൻസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സെലിബ്രിറ്റീസിൻ്റെ കമൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം ജയസൂര്യ ചേട്ടൻ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഋതുനന്ദൻ നമസ്കാരം, ഞാൻ ജയസൂര്യാണ്. മോൻ വരച്ച പടം ഞാൻ കണ്ടു. എൻ്റെ ദൈവമേ, എന്തൊരു രസമാണ് കാണാൻ. വളരെ പ്രൊഫഷണൽസ് വരയ്ക്കുന്ന പോലെ ഉണ്ട്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കിളി പറന്നു പോയി. കാരണം ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കഴിവല്ല അത്. അപ്പം മോൻ ഇനിയും ഒരുപാട് വരയ്ക്കണം കേട്ടോ. ഭയങ്കര ടാലൻ്റുള്ള ആളാണ്. എന്തായാലും നമുക്ക് ഒരു ദിവസം നേരിട്ട് കാണാൻ മോനെ. അതുപോലെ ടൊവിനോ ചേട്ടനെ നേരിട്ട് കണ്ട് കൊടുക്കാൻ പറ്റി. ആ ടൊവിനോ ചേട്ടനും ഇങ്ങനെ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ഋതുനന്ദൻ, ടൊവിനോ ആണ്. ഞാൻ കണ്ടിരുന്നു തല്ലുമലയിലെ എൻ്റെ ഫോട്ടോ വരച്ചിരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. അപ്പം അങ്ങനെ പിന്നെ ജോജു ജോസഫ്, എന്താണ് അവർ പറയുന്നത്? അവരെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെ. ജയസൂര്യ ചേട്ടനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞ് വോയിസ് അയക്കുന്നത്. ഓക്കെ. അപ്പം എന്തായാലും സന്തോഷമുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഒരു നമ്മൾ ചെയ്ത വർക്കിന് ഇത്രയും ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ അപ്രിസിയേഷൻ കിട്ടുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ടോ? വളരെയധികം ആണ്. ഇപ്പം കോളേജിലും അധ്യാപകരും കുട്ടികളും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയാണ്? കോളേജിലൊക്കെ നല്ല സപ്പോർട്ടാണ്. ഞങ്ങളുടെ HODയും അതുപോലെ ബാക്കിയുള്ള ഫാക്കൽറ്റീസ് എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ കൂടെയുള്ള ഫ്രണ്ട്സും ഭയങ്കര സപ്പോർട്ടാണ്. വീഡിയോ എടുക്കുന്ന കാര്യത്തിലാണേലും പാട്ട് പാടുന്ന കാര്യത്തിലാണേലും അതുപോലെ വരയ്ക്കുന്ന കാര്യത്തിലൊക്കെ ആണേലും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം നല്ല ഗായകനാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തരുമല്ലോ? പാടാം. എന്നാ പഠിക്കോ? नहीं है ये बातें वही फिर इस मोड़ पर हम मिले हैं न जाने अब मिलेंगे हम कभी तो रुक जाओ एक पल यहाँ पे ये नर्म चादरों की सिलवटें तुझे अभी बुला रही है
न जाओ दूर इनसे कहे सुकून कहाँ पे हासिल दिल को मेरे ये है पता कि मीलों का ये फासला है अलग आसमां भी है तो क्या ये दिल न माने ये गाड़ियों की ऐसी दौड़ सा तेरा भी दिल दौड़ता है हजार है वो दूर तुम तो क्या नहीं तो दिल का मुसाफिर तो एक बार फिर तू हंस के ज़रा देख ले मेरी इन आँखों में मैं कैद कर लूँ हर वो पल तेरा तेरी ये बातें जो है तो और क्या है ये बातें बता क्यों अब दिन बिगड़ता नहीं नहीं न हो तो हो तुम उड़े जा रहे ये आसमां में खिड़कियों से देख तो पहाड़ को ये छोटी सी लगे है कितने बड़े जो सामने दूर जो है खड़े उन्हें भी ये हमारी जिंदगी हो तितलियों सी छोटी छोटी सी लगे है कितनी बड़ी नहीं जानते काली घर तेरा ये चाबियों की गूंज ऐसे तुझे डरा रही तू डरना नहीं मैं हूँ यहीं पर अब अलग आसमां और है ज़मीन भी कुछ अलग सी पर मिलोगे जब कभी तो देखना तभी मैं कुछ अलग नहीं അപ്പം നല്ല അടിപൊളിയായിട്ടൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഈ പാട്ട് എത്ര നാളായി പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്? പാട്ട് ഞാനൊരു 3ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ഒരു 6 വർഷത്തേക്ക് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറോണ ടൈമൊക്കെ വന്നപ്പം അത് നിർത്തി. പിന്നെ പടം വരയിലോട്ട് കയറി. ആ ഒരു ടൈമിലാണ്, ഈ കൊറോണ ടൈമിലാണ് പടം വരയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത്? അതെ അതെ, കൊറോണ ടൈം വന്നപ്പം ഫ്രീ ടൈം ഒത്തിരി ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ച് തുടങ്ങിയതാണ്. അപ്പോൾ പാട്ടിനെ ഉപേക്ഷിച്ചോ ആ ഒരു ടൈം കൊണ്ട്? ഇല്ല, അത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പണ്ട് തൊട്ട് വരയ്ക്കുമായിരുന്നു, അപ്പോൾ അത് കണ്ട് എനിക്കും വരയ്ക്കണം എന്നൊരു തോന്നലുണ്ടായി, അങ്ങനെ തുടങ്ങി. അപ്പോൾ അച്ഛനാണ് ഒരു ഇൻസ്പയർ ചെയ്തത് അല്ലേ? അതെ അതെ, വരയ്ക്കാനായിട്ട്. അപ്പം ഒരു പാട്ടും കൂടെ ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരാലോ? പാടാം. പിടയുന്നോരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ലെങ്കിലിന്നിലെ പ്രകാശമില്ലിനി മിഴിനീരു പെയ്ത മാരിയിൽ കേടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി മനം പകുത്തു നൽകിടാം, കുറുമ്പു കൊണ്ടു മൂടിടാം, അടുത്തു വന്നിടാം, കൊതിച്ചു നിന്നിടാം, വിരൽ കോരുത്തിടാം, സ്വയം മറന്നിടാം, ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയായി ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയായി. ആരാധികേ മഞ്ഞു തീരും വഴിയരികെ.
ഓക്കെ, നല്ല സൂപ്പറായിട്ട് പാടി. ഇതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്? ഇതാണ് ഇപ്പം കറണ്ട്ലി ഇതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്. അപ്പോൾ ആദ്യം ആര് പറഞ്ഞാലും ഈ പാട്ടാണോ ആദ്യം പാടുന്നത്? ഇല്ല, ആ സമയത്ത് ഒരു ഇതുപോലെ ഇരിക്കും, മൂഡ് അനുസരിച്ചിരിക്കും പാടുന്നത്. അല്ല, ഇപ്പോൾ ഞാൻ വന്ന് ഫസ്റ്റ് പാട്ടിൻ്റെ കാര്യം ചോദിച്ചപ്പോഴേ ആദ്യം ഈ പാട്ടിനാണ് പറഞ്ഞത്. ഇത് ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പാടി. ഓക്കെ, അപ്പം അച്ഛനും അമ്മ ആരെങ്കിലും പാട്ടുകാരുണ്ടോ? അമ്മ ചെറുതായിട്ട് പാടും. അല്ല, ഇപ്പൊ ചിത്രം വര അച്ഛനിൽ നിന്ന് കണ്ടു പഠിച്ചതാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇപ്പം ഈ പാട്ട് എങ്ങനെയാണ് ഇത് വന്നത്? അതിപ്പം തന്നെ വന്നതെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഇഷ്ടമായിരുന്നോ കുഞ്ഞിലേ തൊട്ട് പാടാനായിട്ട്? ഇഷ്ടമായിരുന്നു. അമ്മയോട് ചോദിച്ചാലേ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. മിസ്സേ, എങ്ങനെയായിരുന്നു? ചെറുതിലെ തൊട്ട് പാട്ട് ഭയങ്കര എന്ന് പറഞ്ഞാൽ കുഞ്ഞായിരിക്കുമ്പോഴത്തേന് പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ടാലന്റ് ഉണ്ടെന്ന് തോന്നി. അങ്ങനെ കുറച്ച് സംസാരമൊക്കെ തുടങ്ങിയ സമയത്ത് പാടുമായിരുന്നു. നമ്മളാണെങ്കിലും മൂളുന്നൊക്കെ കേട്ടിട്ട് പാടും. ടി വിയിലൊക്കെ കാണുമ്പോഴത്തേക്കിന് ലിറിക്സ് തെറ്റാതെ പാടുമായിരുന്നു. അങ്ങനെ പിന്നെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. 3ാം ക്ലാസ് തൊട്ടാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. അതൊരു 8ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചു. ആ സമയത്ത് കൊറോണയുടെ ഇത് വന്ന് പിന്നെ പോകാൻ മടിയായിരുന്നു. അപ്പോൾ മിസ്സേ, മോൻ ഒരു സകലകലാ വല്ലഭനാണ്, ചിത്രങ്ങൾ വരയ്ക്കുന്നു, പാട്ടൊക്കെ പാടുന്നു. എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ ഒരു അമ്മ എന്ന നിലയിൽ? എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അഭിമാനം തോന്നുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ എങ്ങനെയാണ്, കുട്ടികൾക്കൊക്കെ അറിയാവോ? സ്കൂളിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. 10th വരെ പള്ളം ബിഷപ്പ് സ്പീഷ്യലി സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം LKG പ്ലേ സ്കൂൾ തൊട്ട് അവിടെ തന്നെ ആയിരുന്നു 10th വരെ. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ അന്ന് തൊട്ടേ പാടുന്ന അറിയാവുന്നതുകൊണ്ട് എല്ലാ പ്രോഗ്രാമിനും കയറ്റുമായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്കൊരു ചിത്രം കണ്ടാലോ? ഇനി ചിത്രം വരച്ചാലോ? ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ? അപ്പോൾ ഋതു, എന്താണിത്? ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് വരച്ച ചിത്രങ്ങളെല്ലാം. എനിക്കിത് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അസാധ്യമായിരിക്കുന്നു. ഇത് എത്ര നാളുകൊണ്ടാണ് ഈ ഒരു പിക്ചർ വരച്ചെടുക്കുന്നത്? ഇത് ഈ ഒരു പടമാണെങ്കിൽ ഇത് ഏകദേശം 21 മണിക്കൂറിന് മണ്ടയിലെടുത്തിട്ടുണ്ട് വരച്ചു തീർക്കാനായിട്ട്. പിന്നെ ഓരോ ഡീറ്റെയിലിങ്സ് പോലെ ഇരിക്കും ഓരോ പടം വരച്ചു തീർക്കുന്നത്. ചിലപ്പോൾ 3-4 ദിവസത്തേക്ക് പോകും, ചിലപ്പോൾ 2 ആഴ്ച എടുക്കും. എനിക്കൊരു വർക്ക് ഇങ്ങനെ വന്നായിരുന്നു, അത് 2 ആഴ്ച കൊണ്ടാണ് തീർത്തു കൊടുത്തത്. അപ്പോൾ ഒരുപാട് വർക്കുകളൊക്കെ വരുന്നുണ്ട് ഈ പിക്ചറൊക്കെ കണ്ടിട്ട്? വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ആയിട്ട് കൊടുക്കാനായിട്ട്, പിന്നെ വെഡ്ഡിങ്ങിന്, അങ്ങനെ കുറേ വർക്ക് വരാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത്തരത്തിലുള്ള പെൻസിൽ ഡ്രോയിങ് ആണെന്ന് തോന്നുന്നു എല്ലാവരും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുക. വെഡ്ഡിങ്ങിനാണെങ്കിലും നമ്മൾ കാരിക്കേച്ചർ പോലെ വരയ്ക്കുക, അത് ഫ്രെയിം ചെയ്യുക. ഈവൻ ബർത്ത്ഡേക്കാണെങ്കിൽ പോലും അത്തരത്തിലുള്ള പിക്ചേഴ്സ് വരച്ചിട്ട് അത് ഫ്രെയിം ചെയ്ത് എത്തിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. അതാണ് മെയിനായിട്ടൊരു ഗിഫ്റ്റായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും. അപ്പം അത്തരത്തിലുള്ള വർക്കുകളാണ് ഋതുവിന് വരുന്നത്? അത്തരത്തിലുള്ള വർക്കുകളെ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണം ഒരു 2 വർഷം മുന്നേ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും 2 ആഴ്ച എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അത് ഇതിന്റെ ഡബിൾ സൈസ്, ഈ ഒരു സൈസ് വരുന്ന ഒരു വർക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഇപ്പോൾ ഈ ചിത്രം വരച്ചിരിക്കുന്ന പേപ്പർ സെപ്പറേറ്റ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കുന്നതാണോ? ഇതിന് GSM പേപ്പർ എന്ന് പറയും. GSM വാല്യൂ കൂടുന്നവരും കട്ടി കൂടുന്നതിന്റെ. അപ്പം വരയ്ക്കാനുള്ള സ്മൂത്ത്നെസ്സും അതൊക്കെ കൊണ്ടാണ് ഈ പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ എന്തൊക്കെ ടൂൾസ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്? പെൻസിൽ അതല്ലാതെ മറ്റെന്തൊക്കെ ടൂൾസ് ആണ് ഇത് ഉപയോഗിക്കുന്നത്? പെൻസിൽസ് അല്ലാതെ മോണോ ഇറേസർ എന്ന് പറഞ്ഞൊരു ഇറേസർ യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പം ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയാസ് ചെയ്യാനായിട്ടും, പിന്നെ അതുപോലെ ബ്ലെൻഡിങ് സ്റ്റംസ് ഇതൊക്കെ ബ്ലെൻഡ് ചെയ്ത് വിടാനായിട്ടും, പിന്നെ മേക്കപ്പ് ബ്രഷ് അത് ഈ ഷെയ്ഡിങ്സ് ഒക്കെ ചെയ്യാനായിട്ടും അങ്ങനത്തെ ടൂൾസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നീഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇറേസർ, അങ്ങനെ കുറേ സാധനങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഈ പെൻസിൽ നമ്മുടെ നോർമൽ പെൻസിൽ അല്ലല്ലോ ഇതിന് ഉപയോഗിക്കുന്നതാണോ? അല്ല. അതെന്ത് ടൈപ്പ് പെൻസിലാണ് വരുന്നത്? അത് ഡ്രോയിങ് പെൻസിലാണ്. അതിപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റെഡ്ലർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ, അതിപ്പോൾ ജർമ്മൻ കമ്പനിയാണ്, അവരുടെ പെൻസിൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തായാലും നല്ല അടിപൊളിയായിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. ബാക്കി ചിത്രങ്ങളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ആദ്യം വരച്ച ചിത്രങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? തുടക്കം ആദ്യമേ വരച്ച ചിത്രങ്ങൾ ഇതാ ഇങ്ങനെയായിരുന്നു. ഇതും അടിപൊളിയാണ്, തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പിന്നീട് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പിക്ചർ ഇതാണ് നമ്മുടെ DQൻ്റെ അല്ലേ? വളരെ അടിപൊളിയായിട്ട്. ഇതിപ്പോൾ എത്ര ദിവസം എടുത്തു ഈ ഒരു പിക്ചർ വരയ്ക്കാനായിട്ട്?
ഇതും ഒരു 3-4 ദിവസം എടുത്തിട്ടുണ്ട്. 3-4 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കൂല, ഒരു മൂഡ് അനുസരിച്ച് വന്നിരിക്കുക അല്ലേ. അപ്പം എന്തായാലും ഇതൊക്കെ നല്ല അസാധ്യമായിട്ട് വരച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക, പാട്ടും ചിത്രം വരെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. എല്ലാവരും അറിയട്ടെ, ഇപ്പം ഋതു വരച്ച് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾക്കെല്ലാം തന്നെ നല്ല നല്ല കമൻറ്റുകളാണ് വന്നത്, സെലിബ്രിറ്റീസിൻ്റെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു ചെറിയ കാര്യമല്ല, അതൊക്കെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വലിയ കാര്യം തന്നെയാണ്. എത്ര അവാർഡുകൾക്ക് മേലെയാണ് ആ ഒരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട് പിന്നെ. അപ്പൊ എന്തായാലും പാട്ടൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക, ഒന്നും നിർത്തിവെക്കാതെ. ഇപ്പൊ മറ്റു കാര്യങ്ങളുണ്ട്, പഠനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കാതെ ഇതെല്ലാമായിട്ടും മുന്നോട്ട് പോകും. ഇപ്പൊ എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല ഈ ഒരു ചിത്രം വരെയും പാടാനുള്ള കഴിവും എല്ലാം ഒരാൾക്ക് തന്നെ കിട്ടണമെന്നില്ല. അപ്പൊ ഇപ്പൊ എന്തായാലും ദൈവം അനുഗ്രഹിച്ചാണ് ഈ 2 കഴിവും തന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനെ മുന്നോട്ട് പോവുക. പിന്നെ ഋതു ചിത്രങ്ങൾ വരച്ച് നൽകുന്നുണ്ട്, ഗിഫ്റ്റൊക്കെ നൽകാനായിട്ട് ചിത്രങ്ങളൊക്കെ വരച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ ഗിഫ്റ്റ് പ്രിയപ്പെട്ടവർക്കോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്പർ ഋതുവിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ, അല്ലേ? ഋതുവിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഋതു നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് ഗിഫ്റ്റ് ചെയ്യാൻ പാകത്തിനായിട്ട് തരും, അല്ലേ? അപ്പോൾ വളരെയധികം സന്തോഷം. ഈ കലാകാരന് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു. മുന്നോട്ട് അവൻ്റെ ഭാവിയിൽ അവൻ ലോകമറിയുന്ന ഒരു കലാകാരനും ഗായകനും ഒക്കെ ആവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ഒരു കുട്ടി കലാകാരൻ്റെ അടുത്ത് നിന്നും ടീം ജാഗ്രത.